CPIMൽ കുടുംബവാഴ്ചയും സ്വജന പക്ഷപാതവുമാണെന്ന് ആരോപിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടു. തളിപ്പറമ്പിൽ എതിർപ്പുകൾ അവഗണിച്ച് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടാനുള്ള തീരുമാനം. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോൺഗ്രസ് പിന്തുണച്ചാൽ സ്വീകരിക്കുമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അധികാരമോഹത്തിൽ TK ഗോവിന്ദൻ തെറ്റായ നിലപാട് സ്വീകരിച്ചെന്ന് EP ജയരാജനും MB ജയരാജനും പറഞ്ഞു. അതിനിടെ മലപ്പട്ടത്ത് TK ഗോവിന്ദനെതിരെ CPIM പ്രതിഷേധ പ്രകടനം നടത്തി. തളിപ്പറമ്പിൽ നടന്ന നീതികേടാണ്, പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണ്, പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേരാത്തതാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ എതിർക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് സാധിക്കില്ല. പല എതിർപ്പും നടത്തി അവസാനം എതിർക്കാൻ പരാജയപ്പെടും തോന്നിയ ഘട്ടത്തിൽ തന്നെയാണ് മാഷോട് തന്നെ പറഞ്ഞു, മാഷെ ഞാനില്ല, ഇതിനോട് യോജിക്കാനൊക്കെ ആവില്ല, ഞാനിത് പാർട്ടിയായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിക്കാനാണ്, പരസ്യമായി പറയാനാണ്, ജനങ്ങളോട് പറയാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അത് പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ പ്രതിഷേധിക്കും. 6 പതിറ്റാണ്ടോളം CPIMനൊപ്പം നിന്ന TK ഗോവിന്ദൻ പാർട്ടി വിടുന്നത് തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച്. 3 ടേം MLA ആയ MB ഗോവിന്ദൻ ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ 4ാമത്തെ ടേമിൽ തന്റെ ഭാര്യ MLA ആകണമെന്ന് പറയുന്നത് എന്ത് നീതിയെന്ന TK ഗോവിന്ദൻ. കണ്ടിട്ടാവില്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയെ കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ടാവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ഇതിനെ രൂക്ഷമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പ് ഉന്നയിക്കപ്പെട്ടിട്ടും മറ്റു പേരുകൾ പരിഗണിക്കാതെ ശ്യാമളയുടെ പേര് മാത്രം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയെന്നും TK ഗോവിന്ദന്റെ വിമർശനം. CPIMനകത്ത് അഭിപ്രായങ്ങൾ കേൾക്കുകയല്ലാതെ പരിഗണിക്കുന്നില്ല എന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. MB ഗോവിന്ദനെതിരെ നിലപാടെടുത്താൽ പാർട്ടിയിൽ ഒതുക്കപ്പെടുകയാണെന്ന് P ജയരാജനെ ഉദാഹരിച്ച TK ഗോവിന്ദന്റെ വിമർശനം. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി വിളിച്ച് തോറ്റു. കോട്ടയം ജില്ലാ സെക്രട്ടറി ആരെയാ മാത്രമാക്കിയില്ല? P ജയരാജനെ മാത്രമാക്കിയില്ല. അതൊന്നും എനിക്ക് ആക്ഷേപം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഇങ്ങനെ എടുത്താൽ, ഒരു നിലപാടെടുത്താൽ ആ നിലപാടിൻ്റെ പേരിൽ നായാടപ്പെടുന്നു എന്ന്, വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചാണ് TK ഗോവിന്ദൻ പാർട്ടി വിടുന്നത്. MLAയുടെ നേതൃത്വത്തിലുള്ള പരിപാടികളുടെ കണക്ക് പോലും അവതരിപ്പിക്കാറില്ലെന്നും പാർട്ടി കീഴ്വഴക്കങ്ങൾ ഗോവിന്ദൻ അട്ടിമറിക്കുന്നുവെന്നും TK ഗോവിന്ദൻ വിമർശിച്ചു. ഇതേവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകൾ ഈ 60 വയസ്സക്കാലത്തിനിടയിൽ ഞങ്ങളെ പാർട്ടിയിൽ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകൾ ഇപ്പൊ കാണുകയാണ്. അതിനെ ശക്തമായിട്ട് ഞാൻ എതിർക്കേണ്ടായിരുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കണക്കാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന നിരവധി പ്രവർത്തകർ ഉണ്ടെന്നും ഇതൊക്കെ കാരണമാണ് ശ്യാമളയുടെയും TK മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വം ശക്തമായി എതിർത്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജൻ ജീവനൊടുക്കിയതിൽ PK ശ്യാമളയെ രക്ഷിക്കാൻ ശ്രമം നടന്നെന്നും TK വെളിപ്പെടുത്തി. സാജന്റെ മരണം നടന്നു. ആന്തൂരിൽ പറശ്ശിനിക്കടലും ആന്തൂരുമുള്ള ജനങ്ങളാകെ വയലൻ്റായി നിൽക്കുകയാണ്. ഈ മരണത്തിൻ്റെ ഉത്തരവാദി വൈസ് ചെയർമാനാണ്. ശ്യാമള ടീച്ചറാണ് ഉത്തരവാദി എന്ന പ്രചരണം വ്യാപകമായി വന്നു. പുറത്തിറങ്ങി നടക്കാൻ ശ്യാമള ടീച്ചർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഉയർന്നു വന്നത്. അവിടുത്തെ ചെയർമാനെ രക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നേരെ തിരിക്കും. ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പൊതുയോഗം വിളിച്ചു ചേർത്തു. ഈ ടീച്ചറെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉദ്യോഗം നടത്താൻ കഴിയില്ല. തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനം. വർഗീയ കക്ഷികൾ ഒഴികെ ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കുമെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. അതിലൊരു കാര്യമുള്ളത്, ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFന്റെ പിന്തുണ ഞാൻ സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ആളുകൾ പിന്തുണക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഏതെങ്കിലും ഗ്രൂപ്പോ വിഭാഗമോ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണ ഞാൻ സ്വീകരിക്കില്ല. അതേസമയം നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ TK ഗോവിന്ദൻ വർഗവഞ്ചകനാണെന്നും തെറ്റായ നിലപാട് സ്വീകരിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടും കേട്ടില്ലെന്നും ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. അധികാരമോഹമാണ് TK ഗോവിന്ദന്റെ നടപടിക്ക് പിന്നിലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇത് തെറ്റിദ്ധാരണകൾ കൊണ്ട് സ്വാഭാവികമായും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാകാനുള്ള മോഹങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുണ്ടാകുമ്പോൾ കാര്യങ്ങൾ ശരിയായ നിലയിൽ അവരെ ധരിപ്പിച്ച് ശരിയായ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. ഒരിക്കലും പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളോടൊപ്പം ചേർന്ന് ഒരാൾ മത്സരരംഗത്തേക്ക് വന്നാൽ അത് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ അതിനോട് യോജിക്കില്ല. വർഗവഞ്ചകരെ ഒറ്റപ്പെടുത്തും. രാഷ്ട്രീയ വഞ്ചന കാട്ടിയവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടും. അതിനിടെ ഗോവിന്ദന്റെ നാടായ മലപ്പട്ടത്ത് CPIM പ്രവർത്തകർ പ്രകടനം നടത്തി.
ഗോവിന്ദിന്റെ അപ്രതീക്ഷിത നീക്കം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസും ശ്രമം ആരംഭിച്ചു. തളിപ്പറമ്പ് സീറ്റ് തൽക്കാലം ഒഴിച്ചിടാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.